അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, ഇസ്ലാമിക പ്രബോധന വീഥികളിൽ എക്കാലവും വേട്ടക്കാരും ഇരകളും ഉണ്ടായിട്ടുണ്ട്. ഇന്നലകളിലെ നാൽക്കവലകളിൽ എല്ലാ വേട്ടക്കാർക്കും ഒരേ മുഖമായിരുന്നു. ഇന്നലകളിലെ നാൽക്കവലകളിൽ എല്ലാ ഇരകൾക്കും ഒരേ മുഖമായിരുന്നു. പൂർവകാല ചരിത്രങ്ങൾ പരിശോധിച്ചു നോക്കിയാൽ അതിൻ്റെ പുനരാവർത്തനം വർത്തമാനകാലത്തും നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അള്ളാഹു എത്ര പരിശുദ്ധനാണ്, അവൻ്റെ വിശുദ്ധമായ വചനങ്ങൾ എത്ര പരിശുദ്ധമാണ്. മുൻഗാമികളുടെ വേദനകൾ, യാതനകൾ പിൻഗാമികൾ അനുഭവിക്കാതെ അവർക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാമെന്ന് കരുതുന്നുണ്ടോ എന്ന് വിശുദ്ധമായ ഖുർആനിലൂടെയുള്ള ചോദ്യശരങ്ങളിലൂടെ അള്ളാഹു ഈ ഉമ്മത്തിനെ ഉത്ബോധിപ്പിക്കുന്നത് പട്ടുമെത്തകളും പൂക്കൾ വിതറിയ പരവതാനികളുമല്ല നിങ്ങളെ കാത്തിരിക്കുന്നത്, ക്ലേശങ്ങളും ദുരിതങ്ങളും നിറഞ്ഞ നാളുകളാണ് എന്ന സൂചന വ്യക്തമാക്കി തന്നെ ഖുർആൻ നൽകുന്നുണ്ട്. ഞാൻ ഓർത്തുപോകുന്നത് SKSSFൻ്റെ 35ാം വാർഷിക ഐതിഹാസിക മഹാസമ്മേളനത്തിൻ്റെ സമാപന വേദിയാണ്. ആമുഖങ്ങളെല്ലാം കഴിഞ്ഞു. സയ്യിദുൽ ഉലമ മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ പ്രസിഡന്റ് അവർകൾ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആദരണീയരായ അധ്യക്ഷൻ പ്രസംഗപീഠത്തിലേക്ക് വരുന്നു. തങ്ങൾ സംസാരം തുടങ്ങി. തങ്ങളുടെ സംഭാഷണ മധ്യേ വേദി വിട്ട് ഇറങ്ങേണ്ട ഒരു സാഹചര്യമുണ്ടായി. ട്രെയിൻ വൈകിക്കഴിഞ്ഞാൽ പിന്നെ നാട്ടിലേക്കെത്താൻ പ്രയാസമാണ്. അതുകൊണ്ട് കുറച്ച് നേരത്തെ ഇറങ്ങി തിക്കിലും തിരക്കിലും നടന്ന് ആ ബീച്ചിൻ്റെ ജനക്കൂട്ടത്തിൻ്റെ അരികിലൂടെ അങ്ങനെ നടന്നു പോകുന്ന വേളകളിൽ സയ്യിദുൽ ഉലമയുടെ പ്രഭാഷണത്തിന് കാതോർത്തുകൊണ്ടാണ് ആ നടത്തം. തങ്ങളുടെ പ്രസംഗം അങ്ങനെ കത്തിക്കയറി നിൽക്കുന്ന നേരം പ്രസംഗത്തിൻ്റെ ഇടകളിൽ എപ്പോഴോ തങ്ങൾ പറഞ്ഞു വച്ചു, ആശയം പറഞ്ഞതിൻ്റെ പേരിൽ സമസ്തയുടെ സുന്നത്ത് ജമാഅത്തിൻ്റെ ആശയം പറഞ്ഞതിൻ്റെ പേരിൽ ആശയം പറഞ്ഞ ഞങ്ങളുടെ കുട്ടികളെ വേട്ടയാടാമെന്നാരും കരുതണ്ട. അതൊക്കെ തിരിച്ചറിയാനും മനസ്സിലാക്കാനും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയ്ക്ക് സാധിക്കും എന്ന ആശയത്തിലുള്ള വർത്തമാനം തങ്ങൾ പറഞ്ഞപ്പോൾ ആ കടപ്പുറമൊന്നാകെ ഒരു വേള ആ കടൽ തിരമാലകൾ പോലും തക്ബീറിൻ്റെ ആരവത്തോടു കൂടെയാണ് സയ്യിദ് അവറുകളുടെ ആ വാക്കുകളെ സ്വീകരിച്ചത്. തങ്ങൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സബ്ജക്റ്റിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടായിരുന്നില്ല ആ വർത്തമാനം പറഞ്ഞത്. പൂർവിക കാലങ്ങളിൽ ഉണ്ടായിരുന്ന സംഭവവികാസങ്ങളുടെ അനുരണനങ്ങൾ വർത്തമാനകാലത്തും അലയടിച്ചു തുടങ്ങിയപ്പോൾ അതിനെതിരെ പണ്ഡിത ധർമ്മം നിർവഹിക്കുകയായിരുന്നു ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ. ചരിത്രം അനാവരണം ചെയ്യുമ്പോൾ നമുക്കവിടെ കാണാൻ കഴിയുന്ന ഒരു മഹാമനീഷിയുണ്ട്. ഇമാമുസുന്ന എന്നാണ് അദ്ദേഹത്തെ വിളിച്ചത്. എന്തുകൊണ്ടാണ് വേട്ടക്കാർക്കും ഇരകൾക്കും ഒരേ മുഖമാണ് എന്ന് പറഞ്ഞതിൻ്റെ ന്യായം ഈ ഒരൊറ്റ സംഭവത്തിൽ നിന്ന്, ചരിത്രത്തിൽ നിന്ന് നമുക്ക് ബോധമുള്ളവർക്ക്, കാര്യങ്ങൾ ഗ്രഹിച്ചു മനസ്സിലാക്കാൻ അള്ളാഹു തൗഫീഖ് നൽകിയവർക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. ഇമാമുസുന്ന പറയാൻ പോകുന്ന മഹാനവറുകളുടെ അപരനാമം ഇമാമുസുന്ന എന്നായിരുന്നു. സുന്നത്തിൻ്റെ ഇമാം. വേട്ടക്കാരുടെ മുഖവും ഇരകളുടെ മുഖവും അനാവൃതമാകുന്നതും സുന്നത്തിലാണ്. ഇമാമുസുന്ന ഹിജ്റ 164 ബഗ്ദാദിൽ ജനിച്ചവർ. തനിക്ക് പ്രായം 3 തന്നെ വാപ്പ വഫാത്താവുകയാണ്. ഉമ്മയുടെ പരിലാളനയിലാണ് ആ ശൈശവവും ബാല്യവുമൊക്കെ മുന്നോട്ട് പോകുന്നത്. പ്രാഥമിക വിദ്യാഭ്യാസം നൽകുന്നത് മാതാവ് തന്നെയാണ്. എന്നാൽ പിൽക്കാലത്ത് അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആനിലും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീത്തുകളിലും അതിൻ്റെ ആഴങ്ങളിൽ, അഗാധങ്ങളിൽ ഊളിയിട്ട് വിജ്ഞാനത്തിൻ്റെ നറുമുത്തുകൾ പെറുക്കിയെടുത്ത അഗ്രേസരനായ പണ്ഡിതൻ, കാലം ഇതിഹാസ തുല്യനെന്ന് വിളിച്ച മഹാമനീഷി, പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രവചനം പോലെ ഖുറൈശികളിൽ നിന്ന് ഉയർന്നു വന്ന്
ചക്രവാള സീമകളെ മുഴുവനും വിജ്ഞാനത്തിൻ്റെ പ്രഭ കൊണ്ട് വെളിച്ചം വിതറിയ മഹാനായ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവരുടെ ശിഷ്യത്വത്തിലായി ഒരുപാട് ഇൽമിൻ്റെ ആഴങ്ങൾ കാണാൻ ഭാഗ്യം ലഭിച്ച മഹാപണ്ഡിതൻ മറ്റാരുമല്ല അബു അബ്ദുല്ല അഹ്മദ് ബിൻ മുഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു. ഇമാം ഹംബൽ അഹ്മദ് ബിൻ ഹംബൽ തങ്ങളെക്കുറിച്ചാണ് ഈ പറഞ്ഞു വരുന്നത്. ആ തങ്ങൾ എത്ര വലിയ പണ്ഡിതനായിരുന്നു. അദ്ദേഹത്തിൻ്റെ അപരനാമം തന്നെ ഇമാം സുന്ന എന്നായിരുന്നു. അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ സുന്നത്ത് ജീവിപ്പിക്കാനും ആ പ്രവാചകൻ്റെ മാതൃക ലോകോത്തര നിലവാരത്തിൽ ആളുകളിലേക്ക് അതിൻ്റെ കിരണങ്ങളെ എത്തിക്കാനും വേണ്ടി സഹിച്ച ത്യാഗങ്ങൾ വലുതാണ് എന്ന് ചരിത്രം രേഖപ്പെടുത്തിയത് നമുക്ക് കാണാൻ കഴിയും. ഖുർആനും ഹദീസുമൊക്കെ സ്വതന്ത്രമായി ഗവേഷണം ചെയ്ത കർമ്മശാസ്ത്ര വിശാരദൻ കൂടിയായിരുന്നു ബഹുമാനപ്പെട്ടവർ. 10 ലക്ഷം ഹദീസ് സനദ് സഹിതം ഹൃദ്യസ്ഥമാക്കിയിരുന്ന മഹാനാണ്. അള്ളാഹു അങ്ങനെ ഒട്ടേറെ അനുഗ്രഹങ്ങൾ അവർക്ക് ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഇമാം ബുഖാരി തങ്ങളും ഇമാം മുസ്ലിം തങ്ങളും ഇമാം അബൂദാവൂദ് തങ്ങളും ഹദീസ് കിതാബുകളുടെ തലതൊട്ടപ്പന്മാരായ ഈ മഹാമനീഷികളൊക്കെ ബഹുമാനപ്പെട്ട അഹ്മദ് ബിൻ ഹംബൽ തങ്ങളുടെ ശിഷ്യഗണങ്ങളിൽ പ്രഗത്ഭരാണ് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ മഹത്വം എത്രയാണ് എന്ന് നമുക്ക് ഊഹിക്കാൻ സാധിക്കുമോ? നോക്കൂ നിങ്ങൾ, വലിയ സൗഭാഗ്യം അല്ലാഹു നൽകിയപ്പോഴും ലളിത ജീവിതം നയിച്ച പണ്ഡിതരായിരുന്നു ബഹുമാനപ്പെട്ടവർ. ഉണക്കറൊട്ടി കഴിച്ചുകൊണ്ടാണ് ഓരോ ദിവസങ്ങളും തള്ളി നീക്കിയിരുന്നത്. തുടർച്ചയായി 3 ദിവസങ്ങൾ വരെ ഭക്ഷണം ഒന്നും കഴിക്കാതെ പട്ടിണി കിടന്ന സാഹചര്യങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട്. എല്ലാ സമയവും അള്ളാഹുവിൻ്റെ ദീനീ വിജ്ഞാനം നുകരുന്നതിനും അത് പകരുന്നതിനും വേണ്ടി ചെലവഴിച്ചു. ഇങ്ങനെ ഇൽമിനു വേണ്ടി ചെലവഴിച്ച സമയങ്ങളിൽ ഓരോ ദിവസവും തൻ്റെ ഫർളുകൾക്ക് പുറമെ ഐച്ഛികമായി 300 റക്അത്ത് സുന്നത്ത് നിസ്കാരത്തിന് സമയം കണ്ടെത്തിയിരുന്ന മഹാനാണ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ. 300 റക്അത്ത് ദിവസേന നിസ്കരിച്ചിരുന്നു എന്ന് പറയുമ്പോൾ അവരുടെ ഇബാദത്തും അതുപോലെ ഇൽമിനു വേണ്ടി സമയം ചെലവഴിച്ചതുമൊക്കെ നമ്മളൊന്ന് വിലയിരുത്തി കഴിഞ്ഞാൽ ആ കാലത്തെ നക്ഷത്ര സമാനരായിരുന്നു അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു എന്ന് നമുക്ക് ബോധ്യപ്പെടും. ഇങ്ങനെ സാത്വികനും ഭൗതിക പരിത്യാഗിയുമൊക്കെയായി ജീവിച്ചിരുന്നിട്ട് പോലും അന്നത്തെ വേട്ടക്കാർ അദ്ദേഹത്തെ പിടികൂടിയതാണ് ഇന്നത്തെ വർത്തമാനകാലത്ത് നമുക്ക് വീണ്ടും ചരിത്രത്തിൻ്റെ പുനരാവർത്തനത്തെ പഠിപ്പിച്ചു തരുന്നത്. അന്ന് ഖലീഫ മഅ്മൂൻ രാജ്യം ഭരിക്കുന്ന കാലമാണ്. രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികളെ അന്നത്തെ ബിദ്അത്തിന്റെ കക്ഷികളായ മുഅ്തസിലത്ത് സ്വാധീനിച്ചു. ഖുർആൻ സൃഷ്ടിവാദം ഉൾപ്പെടെയുള്ള കുറേ വികലമായ വാദങ്ങളുമായി അവർ മുസ്ലിം ലോകത്തേക്ക് കടന്നു വന്നു. അതിനെ പ്രതിരോധിക്കാൻ പലർക്കും കഴിയാതെ വന്നു. കാരണം അവർക്ക് ഭരണത്തിൽ സ്വാധീനമുണ്ടായിരുന്നു, രാഷ്ട്രീയത്തിൽ അവർക്ക് സ്വാധീനമുണ്ടായിരുന്നു, അധികാര കേന്ദ്രങ്ങളിൽ അവർക്ക് പിടിപാടുണ്ടായിരുന്നു. എന്നാൽ പണ്ഡിതന്മാർ സാത്വികരും പരിത്യാഗികളും നിഷ്കളങ്കരുമായിരുന്നു. അവർക്ക് ജനഹൃദയങ്ങളിൽ സ്വാധീനമുണ്ടായിരുന്നു. പക്ഷേ അധികാര രാഷ്ട്രീയങ്ങളെ മറികടക്കാൻ അവർക്ക് ശക്തി സംഭരിക്കാൻ സാധിച്ചിരുന്നില്ല. അങ്ങനെയിരിക്കെ ഖലീഫ മഅ്മൂൻ അഹ്മദ് ബിൻ ഹംബൽ തങ്ങളുടെ വാദങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുകയാണ്. തങ്ങളുടെ വാദങ്ങളെ അദ്ദേഹം എതിർക്കുന്നുണ്ടെന്നും അതിന് മറുപടി പറയുന്നുണ്ടെന്നും ജനങ്ങൾ അദ്ദേഹത്തെയാണ് കൂടുതൽ സ്വീകരിക്കുന്നതെന്നും പണ്ഡിത മതമാണ് ജനങ്ങൾ ഏറ്റെടുക്കുന്നതെന്നും മനസ്സിലാക്കിയപ്പോൾ മുഅ്തസിലത്തിൻ്റെ പണ്ഡിതന്മാരുടെ സ്വാധീന വലയത്തിൽപ്പെട്ട് അവർക്കെതിരെ ശക്തമായ പ്രതിരോധം തീർക്കുകയാണ്. ശിക്ഷ കൊടുക്കണമെന്നും അദ്ദേഹത്തെ വെറുതെ വിടരുതെന്നും ഈ മുഅ്തസിലത്തിൻ്റെ ബിദ്അഈ ആശയക്കാരുടെ, അന്നത്തെ കാലത്തെ ബിദ്അത്ത് അവരായിരുന്നല്ലോ, അന്നത്തെ കാലത്തെ ബിദ്അഇകൾ അന്നത്തെ കാലത്തെ സുന്നികളായ പണ്ഡിതന്മാരെ ദ്രോഹിച്ചതിൻ്റെ ഒരു ഉദാഹരണമാണ്. അന്നും വേട്ടക്കാർക്കൊരു മുഖമായിരുന്നു, ഇരകൾക്ക് ഒരേ മുഖമായിരുന്നു. ഇന്നും വേട്ടക്കാർക്ക് ഒരേ മുഖം തന്നെയാണ്, ഇരകൾക്കും ഒരേ മുഖം തന്നെയാണ്. അത് നാം ആവർത്തിക്കുകയാണ്. അങ്ങനെ ഖലീഫ മഅ്മൂനിൻ്റെ വിളിയാളത്തിന് മറുപടി കൊടുക്കാൻ ബഹുമാനപ്പെട്ട അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ കൊട്ടാരത്തിലേക്ക് വരുന്നു. പക്ഷേ തങ്ങൾ കൊട്ടാരത്തിലേക്ക് എത്തും മുൻപേ ഖലീഫ മഅ്മൂനിനെ അള്ളാഹു പിടിച്ചു. അള്ളാഹു വിളിച്ചു കൊണ്ടുപോയി അയാൾക്ക് മരണം വരിക്കേണ്ടി വന്നു. ദിവസങ്ങൾ ഇങ്ങനെ കഴിഞ്ഞു പോവുകയാണ്. അടുത്ത ഭരണാധികാരിയായി
മകൻ മുഅ്തസിം ചുമതലയേറ്റു. മുഅ്തസിമിനെയും മുഅ്തസിലത്ത് സ്വാധീനിച്ചു. അങ്ങനെ അഹ്മദ് ബിൻ ഹംബൽ തങ്ങളെ കൊട്ടാരത്തിലേക്ക് വിളിപ്പിച്ചു. തൻ്റെ വാദത്തിൽ നിന്ന് മാറി നിൽക്കണമെന്ന് പറഞ്ഞു. സുന്നി ആശയം ഉറക്കെ പറഞ്ഞു ബഹുമാനപ്പെട്ട അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ. അന്നത്തെ ബിദഅകൾ, രാഷ്ട്രീയ സ്വാധീനമുള്ള ബിദഅകൾ, അവരെ ജയിലിലടക്കുകയാണ് ചെയ്തത്. 27 മാസക്കാലം അതിക്രൂരമായ പീഡനങ്ങൾക്കിരയായി ബഹുമാനപ്പെട്ട അഹ്മദ് ബിൻ ഹംബൽ. അതിൻ്റെ ആഴം പറയുന്നത്, ദിനേന 300 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചിരുന്ന മഹാനവറുകൾക്ക് ഈ കൊട്ടാരം പണ്ഡിതന്മാരുടെ, അധികാര രാഷ്ട്രീയക്കാരുടെ ശിക്ഷയേൽക്കേണ്ടി വന്നപ്പോൾ, ക്രൂരമായ ചാട്ടവാറുകളുടെ പ്രഹരങ്ങളേൽക്കേണ്ടി വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ കാലിൽ വ്രണം വന്നു, നിന്ന് നിസ്കരിക്കാൻ പ്രയാസം വന്നു. അക്കാലത്ത് പോലും 150 റക്അത്തുകൾ അദ്ദേഹം സുന്നത്തായി നിസ്കരിച്ചിരുന്നുവെന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. വല്ലാതെ പീഡിപ്പിച്ചു, പ്രയാസപ്പെടുത്തി. പക്ഷേ തൻ്റെ വാദങ്ങളിൽ, തൻ്റെ ആശയങ്ങളിൽ അദ്ദേഹം ഉറച്ചു നിന്നു. അങ്ങനെ പീഡനങ്ങൾക്കൊടുവിൽ ബഹുമാനപ്പെട്ടവർ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ച് ഹിജ്റ 241 ബഗ്ദാദിൽ വെച്ച് വഫാത്തായി. വഫാത്തിൻ്റെ ശേഷം പോലും നോക്കൂ, കൂട്ടം കൂട്ടമായി ആളുകൾ അദ്ദേഹത്തിൻ്റെ ജനാസ സന്ദർശിക്കുന്നതിനും ഖബറടക്ക ചടങ്ങിലും പങ്കെടുത്തു. 8 ലക്ഷത്തോളം ആളുകൾ പങ്കെടുത്തുവെന്നാണ് കണക്കുകൾ പറയുന്നത്. ഈ ജനക്കൂട്ടം കണ്ട് അന്നത്തെ ആ പരിസരങ്ങളിൽ ജീവിച്ചിരുന്ന, ആ നാടുകളിൽ ജീവിച്ചിരുന്ന മജൂസികൾ, അഗ്നി ആരാധകർ, അതുപോലെ ക്രിസ്ത്യാനികൾ, ഇവരെല്ലാവരും ഈ ഒരു ജനക്കൂട്ടം കണ്ട് ഏതൊരു വ്യക്തിക്കാണ് അള്ളാഹു ഇങ്ങനെ അംഗീകാരം നൽകിയിട്ടുള്ളത് എന്ന് പഠിച്ചറിഞ്ഞ് ഇസ്ലാമിലേക്ക് കടന്നു വന്നതും ചരിത്രമാണ്. അന്നത്തെ ബിദ്അത്തിന്റെ കക്ഷികൾ മുഅ്തസിലത്താണെങ്കിൽ പിഴച്ച വാദങ്ങളുമായി വന്ന് രാഷ്ട്രീയ സ്വാധീനം കൊണ്ട് സുന്നത്ത് ജമാഅത്ത് പറഞ്ഞ പണ്ഡിതന്മാരെ ദ്രോഹിച്ചിരുന്നത് അന്ന് മുഅ്തസിലത്താണെങ്കിൽ ഇന്നത് വഹാബിസവും മൗദൂദിസവുമാണ്. അതാണ് നമ്മൾ ആവർത്തിച്ചു പറയുന്നത്. വേട്ടക്കാർക്ക് അന്നും ബിദ്അത്തിന്റെ മുഖമാണ്, ഇന്നും ബിദ്അത്തിന്റെ മുഖമാണ്. ഇരകൾക്ക് അന്നും സുന്നി പണ്ഡിതന്മാരുടെ മുഖമാണ്, ഇന്നും ഇരകൾക്ക് സുന്നി പണ്ഡിതന്മാരുടെ മുഖമാണ്. ആ ആക്രമണം അവർ തുടർന്നുകൊണ്ടേയിരിക്കും. ഇലാ യൗമിൽ ഖിയാമ അത് നടന്നുകൊണ്ടേയിരിക്കുന്ന ഒരു സംഗതിയാണ്. എന്നാൽ ഇതെല്ലാം കണ്ട് നിരീക്ഷിച്ച് മനസ്സിലാക്കുന്ന ഒരു സുന്നി സമൂഹം, ആ സുന്നി സമൂഹത്തിൻ്റെ കൽബിൽ അള്ളാഹു ഈമാൻ്റെ ബലം കൂടുതൽ ദൃഢമാക്കി കൊടുക്കും. അതുകൊണ്ട് തന്നെ ആ പണ്ഡിതന്മാരുടെ ജീവിതം പോലെ മരണാനന്തരവും കൂടുതൽ ജാജ്വല്യമാനമായ നിലയിൽ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ പ്രബോധന പ്രചാരണ പ്രവർത്തനങ്ങൾ അവരുടെ മരണം പോലും കാരണമായി നിർവഹിക്കപ്പെടും. അതാണ് ഇക്കാലമത്രയും നമ്മൾ കണ്ടത്. ഏതാണെങ്കിലും വിശുദ്ധമായ ഖുർആൻ അം ഹസിബ്തും അൻ തദ്ഖുലുൽ ജന്ന വലമ്മാ യഅതികും മസലുൽ ലദീന ഖലൗ മിൻ ഖബ്ലിക്കും, ആ ആയത്ത് അങ്ങനെ പൂർത്തിയാക്കുമ്പോൾ മുൻഗാമികൾ അനുഭവിച്ച യാതനകൾ, വേദനകൾ അതൊന്നും അനുഭവിക്കാതെ, അവർ അനുഭവിച്ച ദുരിതങ്ങളും ക്ലേശങ്ങളും അനുഭവിക്കാതെ നിങ്ങൾക്ക് സ്വർഗം പോകാൻ സാധിക്കുമോ എന്ന ചോദ്യം ഇവിടെ അന്വർത്ഥമാവുകയാണ്. അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി എഴുന്നേറ്റ് നിൽക്കുകയും ആശയം ഉറക്കപ്പറയുകയും ചെയ്തതിൻ്റെ പേരിൽ ആക്രമിക്കപ്പെട്ടവരുടെ പട്ടികകളിലേക്ക് ഇനിയും ഒരുപാട് സുന്നത്ത് ജമാഅത്തിൻ്റെ ഉലമാക്കൾ കടന്നു വന്നേക്കാം. പക്ഷേ ആത്യന്തിക വിജയം വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ, ആത്മാർത്ഥമായി അള്ളാഹുവിൻ്റെ ദീനിന് 1, 2, 3 സ്ഥാനം കൽപ്പിക്കുകയും മറ്റെല്ലാം 2ാം സ്ഥാനത്തേക്ക് മാറ്റിവെക്കുകയും ചെയ്ത ആളുകൾക്ക് അന്തിമ വിജയമുണ്ടാകും. ഇസ്സത്തുള്ള ജീവിതവും ഇസ്സത്തുള്ള മരണവും ഉണ്ടാകും. ആ വഴിയെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഉലമാക്കൾ നയിക്കുമ്പോൾ, സുന്നത്ത് ജമാഅത്തിന് നേതൃത്വം നൽകുമ്പോൾ, ബിദ്അത്തിന്റെ കക്ഷികൾ അവരുടെ എല്ലാ നിലക്കുമുള്ള പല്ലും നഖവും ഉപയോഗിച്ച് ആക്രമിക്കുക സ്വാഭാവികമാണ്. രാഷ്ട്രീയമായ സ്വാധീനങ്ങൾ ഉപയോഗപ്പെടുത്തുക സ്വാഭാവികമാണ്. എന്നാൽ അള്ളാഹുവിൻ്റെ കാവൽ, പുണ്യനബിയുടെ പൊരുത്തം ഈ ഒരു നേതൃത്വത്തിന് ഉണ്ടാകുമെന്ന കാര്യത്തിൽ സന്ദേഹമില്ല. കാലം ഇമാം മഹ്ദിയിലേക്ക് ഇതിൻ്റെ പതാക എത്തിച്ചു കൊടുക്കുന്നതുവരെയും അതിൻ്റെ പിന്നിൽ അടിയുറച്ചു നിൽക്കാൻ കഴിയുന്നവരെ, പ്രതിസന്ധികളിൽ തളരാതെ, പ്രയാസങ്ങളിൽ ഇടറാതെ സമസ്തക്കൊപ്പം നിൽക്കാനും സുന്നത്ത് ജമാഅത്തും ദീനും ഉറക്കെ പറയാനും അള്ളാഹു ഹിമ്മത്ത് നൽകിയവരെ നിങ്ങളെത്ര മഹാഭാഗ്യവാന്മാരാണ്. അള്ളാഹു ആ ഔദാര്യത്തിലേക്ക്, അനുഗ്രഹത്തിലേക്ക് നമ്മുടെയൊക്കെ ഹൃദയങ്ങളെ ഉറപ്പിച്ചു നിർത്തി തരട്ടെ.
എല്ലാ ബിദ്അത്തിന്റെ കുതന്ത്രങ്ങളെയും അള്ളാഹു പരാജയപ്പെടുത്തട്ടെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. രാഷ്ട്രീയക്കാരെ ഞങ്ങളെ പേടിപ്പിക്കണ്ട, ആരും തന്നെ പേടിപ്പിക്കണ്ട. ഞങ്ങൾ അത് പേടിക്കാൻ പോകുന്നില്ല. ഞങ്ങൾ നിങ്ങൾ പേടിപ്പിക്കാൻ ഒഴുകിയിട്ടില്ല. ഞങ്ങൾ ഒരാളെ പേടിപ്പിക്കേണ്ട കാര്യമില്ല.